പ്രിയമുള്ള സഹോദരൻ, അസ്സലാമു അലൈക്കും. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യദ്ഖുലുൽ ജന്നത അഖ്വാമൻ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ ഒരു വലിയ പ്രത്യേകത അഫ്ഇദത്തുഹും മിസ്ലു അഫ്ഇദത്തി ത്വയ്രി, അവരുടെ ഹൃദയങ്ങൾ പക്ഷിയുടെ ഹൃദയങ്ങൾ പോലെയുള്ള ഹൃദയങ്ങളുടെ ഉടമകളാണ് അവർ എന്നാണ്. അതാണ് ഹദീസിന്റെ ആശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗപ്രവേശനം കിട്ടിയ ഒരു കൂട്ടം ആളുകളെ പരിചയപ്പെടുത്തിയപ്പോൾ അവരുടെ ഒരു വലിയ ഗുണമായി, അല്ലെങ്കിൽ അവർക്ക് സ്വർഗപ്രവേശനം നേടിക്കൊടുത്ത അവരുടെ വലിയൊരു യോഗ്യതയായി പറഞ്ഞത് അവരുടെ പക്ഷിയുടെ ഹൃദയം പോലെയുള്ള ഹൃദയമാണ് എന്നാണ്. അപ്പൊ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷിയുടെ ഹൃദയം എന്ന് പറയാൻ കാരണം? നമുക്കറിയാം, ഒരു ഉപമിക്കാൻ പറ്റാത്ത അത്രയും ദുർബലനായ ഒരു ജീവിയാണ് പക്ഷി എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ സൃഷ്ടിയുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലനാണ് പക്ഷി. എന്താ, ആ പക്ഷിയുടെ ഹൃദയത്തെ പോലെയാണ് എന്നാണ്. പക്ഷിയെ പോലെയാണെന്നല്ല, പക്ഷിയുടെ ഹൃദയത്തെ പോലെയാണെന്നാണ്. അതിന് ഒരുപാട് വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ. ഒന്ന്, ഏറ്റവും കൂടുതൽ ഭയപ്പാടുള്ള ഒരു ജീവി, പേടിയുള്ള ഒരു ജീവി അത് പക്ഷിയാണെന്നാണ്. അതുകൊണ്ട് ആ പക്ഷിക്ക് ഞാൻ കിളിക്കുഞ്ഞു വിറക്കുന്നത് പോലെ വിറക്കുന്നു പറയില്ലേ. അപ്പൊ എല്ലാ നിരക്കും അത്രത്തോളം അള്ളാഹുവിന്റെ കുറിച്ചുള്ള ഭയം കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോഴേക്കും ഒരു പക്ഷിയുടെ കിളിക്കുഞ്ഞു വിറക്കുന്നത് പോലെ പിടയ്ക്കുന്ന ഹൃദയമുള്ള ആളുകൾ അള്ളാഹിനെ കുറിച്ച്. രണ്ടാമത് പറഞ്ഞു, തവക്കുലിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് പക്ഷിയാണെന്നാണ്. അവരുടെ ഉപജീവനത്തിന്റെ വിഷയത്തിലൊക്കെയും പക്ഷിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ അവരുടെ വിശ്വാസപരമായി പക്ഷിയുടെ വിശ്വാസത്തെക്കാളും അത്രത്തോളം കിടമെടുക്കുന്ന വിശ്വാസത്തിന്റെ ഉടമകളാണെന്നാണ്. പിന്നെ മൂന്നാമത് വിശദീകരണം പറഞ്ഞു, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് വളരെ നിർമ്മലമായിരിക്കും എന്ന് പറഞ്ഞാൽ പക വിദ്വേഷം പോലെ ഒന്നും ഉള്ള ഹൃദയമായി നിർമ്മലമായ ഹൃദയമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം എന്നാണ് വിശദീകരണം കാണാം. അപ്പൊ അതൊക്കെ ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഗതി അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടും അള്ളാഹുവിന്റെ തവക്കുലുമാണ്. അവർ സ്വർഗപ്രവേശനം നേടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു മുഖ്യ വിഭാഗമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അത്തരത്തിൽ നമ്മുടെ വിശ്വാസവും ഈമാനും തവക്കുലും ഒക്കെ രൂപപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.